നെഞ്ചക്ക് പയറ്റാൻ അറിയുന്നതിൻ്റെ കയ്യിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമെന്നാണ് ചൈനീസ് ആയോധനരേഖകളിൽ നെഞ്ചക്കുവിനെ വിശേഷിപ്പിക്കുന്നത്. മികച്ച കായികക്ഷമതയും നെഞ്ചക്കുവിൻ്റെ പ്രാണ്യവുമുള്ള ഒരു അഭ്യാസിക്ക് ആയുധധാരികളായ ഒരു സംഘത്തെ പോലും എളുപ്പത്തിൽ തുരത്താനും കീഴ്പ്പെടുത്താനും കഴിയുമത്രേ. കൃത്യമായ ഒരു ചെറിയ പ്രഹരത്തിന് പോലും എതിരാളിയുടെ തലയോട്ടിയെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന മാരകായുധം ഒരു മനുഷ്യൻ്റെ തലയോട്ടി തകർക്കാൻ 8 പോയിൻ്റ് പ്രഹരശേഷി മതിയെന്നിരിക്കെ 1500 പൗണ്ടാണ് നെഞ്ചക്കിൻ്റെ പ്രഹരശേഷി. പല രാജ്യങ്ങളും ഈ ആയുധം നിരോധിച്ചതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആയുധങ്ങളിൽ ഒന്നായ നെഞ്ചക്കുവിന് ലോക സിനിമയിലെ ആക്ഷൻ ഹീറോ ബ്രൂസ് ലീ നൽകിയ പ്രചാരം ചെറുതല്ല. നെഞ്ചക്കുവിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ജപ്പാനിലെ ഒക്കിനാവയിൽ നിന്നാണ്. കാലങ്ങൾക്ക് മുൻപേ ഒരു കാർഷിക ഉപകരണമായി വികസിപ്പിച്ചെടുത്തതാണ് നെഞ്ചക്ക്. നെഞ്ചക്കു അല്ലെങ്കിൽ നെഞ്ചക്കു എന്ന് അറിയപ്പെടുന്ന നെഞ്ചക്കുവിൽ ഒരു ചങ്ങലയോ ചരടോ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച 2 വടികൾ ചേർന്ന ഒന്നാണ്. ഒക്കിനാവയിലെ കർഷകർ ധാന്യങ്ങൾ മെതിക്കുന്നതിനാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. 10-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ചൈനീസ് സുങ് രാജവംശത്തിൽ ആദ്യത്തെ ചക്രവർത്തിയായ ജിയു ഹോങ് ചൂൻ ഒരു മംഗോളിയൻ രാജാവുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പരാജയഭാരത്തോടെ അദ്ദേഹത്തിന് തൻ്റെ സൈന്യവുമായി ചൈനീസ് ഉൾനാടുകളിൽ തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ താമസമർപ്പിച്ച രാജാവ് അവിടുത്തെ ഗ്രാമവാസികൾ ഗോതമ്പും അരിയും മെതിക്കുന്നതിനായി ഫ്ലൈൽ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് നിരീക്ഷിച്ചു. അദ്ദേഹം ആയുധത്തിൻ്റെ പ്രഹരശേഷിയും സാധ്യതയും തിരിച്ചറിഞ്ഞു. ഒരു മികച്ച യോദ്ധാവായിരുന്നാൽ മംഗോളിയരുമായുള്ള യുദ്ധം ചെയ്യാൻ ഈ ഉപകരണം സഹായിക്കുമെന്നും അതിൻ്റെ ഉപയോഗം തൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കണമെന്നും ചക്രവർത്തിയുടെ ജിയു തീരുമാനിച്ചു. ഒരു ഗ്രാമീണനിൽ നിന്നും ഒരു ഫ്ലൈൻ നെഞ്ചക്കുവിനെ കടം വാങ്ങിയ ശേഷം ചക്രവർത്തി ജിയു തൻ്റെ കൂടാരത്തിൽ താമസിച്ച് നെഞ്ചക്കുവിൻ്റെ 18 പയറ്റടവുകൾ വികസിപ്പിച്ചെടുത്തു. ശേഷം തൻ്റെ യോദ്ധാക്കളെ അത് പരിശീലിപ്പിച്ചു. എന്നു മാത്രമല്ല, നെഞ്ചക്കേന്തിയ പടയാളികളുമായി കുതിരപ്പുറത്തേരി തിരിച്ചു ചെന്ന് മംഗോളിയൻ സൈന്യത്തെ തകർക്കാൻ തരിപ്പണമാക്കി അദ്ദേഹം എന്നാണ് ഈ ആയുധത്തിൻ്റെ ഉത്ഭവവിദ്യം. കാലക്രമേണ നെഞ്ചക്ക് ഒരു കാർഷികോപകരണത്തിൽ നിന്നും ശക്തമായ ഒരു ആയുധമായി പരിണമിച്ചു. ഒക്കിനാവയിലെ ആയോധന കലാകാരന്മാർ നെഞ്ചക്കുവിൻ്റെ കഴിവ് സ്വയം പ്രതിരോധത്തിനുള്ള ഒരു മാർഗമായി കാണുകയും അത് അവരുടെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ പരിവർത്തനം നെഞ്ചക്കു ഡോ അല്ലെങ്കിൽ നഞ്ചാക്കു ചുത്സു എന്നറിയപ്പെടുന്ന ഒരു ആയുധകലയുടെ ജനനത്തിന് തന്നെ കാരണമായി. ഫലപ്രദമായി പ്രയോഗിക്കുന്നതിൻ്റെ വൈദഗ്ധ്യവും കൃത്യതയും ആവശ്യമുള്ള ഒരു അതുല്യ ആയുധമാണ് നെഞ്ചക്കു. പരിശീലനം ലഭിച്ച ഒരാൾക്ക് ഇതൊരു ബഹുമുഖ ആയുധമാണ്. സ്ട്രൈക്കുകൾ, ബ്ലോക്കുകൾ, സ്പിന്നുകൾ, ഗ്രാപ്പിക് എന്നിവയാണ് നെഞ്ചക്കുവിലെ പ്രാഥമിക അടവുകൾ. നെഞ്ചക്കു പരിശീലനം അച്ചടക്കം, ശ്രദ്ധ, ശാരീരികക്ഷമത എന്നിവ വളർത്തുന്നു. കൈയും കണ്ണുമായുള്ള ആശയവിനിമയം, വേഗം, പ്രതിരോധത്തിൻ്റെ വേഗത, മെയ്വഴക്കം എന്നിവ വികസിപ്പിക്കുന്ന ബഹുമാന നിയന്ത്രണം, വൈദഗ്ധ്യം എന്നിവയുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയോധന രൂപമാണ് നെഞ്ചക്ക്.